നമ്മുടെ വീട്ടുപരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഒരു ചെറിയ സ്പൂൺ വെള്ളം പോലും നമ്മുടെ ജീവൻ എടുക്കാൻ ശേഷിയുള്ള മാരകമായ രോഗാണുക്കളുടെ പ്രജനന കേന്ദ്രമായി മാറാമെന്നത് നമ്മളിൽ പലരും ഗൗരവമായി കാണുന്നില്ല. കേരളത്തിൽ നിലവിൽ ഡെങ്കിപ്പനി കേസുകൾ വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം മാത്രം 5000-നടുത്ത് കേസുകളും ഈ വർഷം 10000-കണക്കിന് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ കർശനമായ നിയമ നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. നിങ്ങളുടെ പരിസരത്ത് കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടായാൽ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം 2000 രൂപ മുതൽ 10000 രൂപ വരെ പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വരും. ഇടവിട്ട് പെയ്യുന്ന മഴയും അന്തരീക്ഷത്തിലെ കഠിനമായ ചൂടുമാണ് കൊതുകുകൾ പെറ്റുപെരുകാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നത്. കൊതുകുകളുടെ സാന്ദ്രത അളക്കുന്ന ബ്രെറ്റോ ഇൻഡെക്സ് സൂചിക പലയിടങ്ങളിലും 50-നും 100-നും മുകളിലാണ്. ഈ സൂചിക 20-ന് മുകളിൽ പോയാൽ തന്നെ രോഗവ്യാപന സാധ്യത വളരെ കൂടുതലാണെന്ന് ശാസ്ത്രം പറയുന്നത്. ഈ കൊതുകുകൾ കടിക്കുന്നതിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറസുകൾ നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുത്തനെ കുറയ്ക്കുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ പൂർണ്ണമായും തകർക്കുകയും കഠിനമായ പേശിവേദന, കണ്ണിന് പുറകിലെ വേദന, വിട്ടുമാറാത്ത ക്ഷീണം എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും. കൃത്യമായി ശ്രദ്ധ നൽകിയില്ലെങ്കിൽ ഇത് കരൾ, വൃക്ക തുടങ്ങിയ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യും. ഡെങ്കിപ്പനിക്ക് പുറമെ വെസ്റ്റ് നൈൽ പനി, മലമ്പനി, ചിക്കൻ ഗുനിയ, സിക്ക, ജപ്പാൻ ജ്വരം എന്നിവയെല്ലാം ഈ കൊതുകുകൾ പരത്തുന്ന മാരക രോഗങ്ങളാണ്. ഇതിൽ നിന്നും രക്ഷ നേടാൻ യാതൊരു ചെലവുമില്ലാത്ത ലളിതമായ ചില ശീലങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും ഡ്രൈ ഡേ ആചരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ കൃത്യമായി പാലിക്കണം. ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, ടെറസ്, ചെടിച്ചട്ടികൾക്ക് താഴെയുള്ള പ്ലേറ്റുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. വീടിനുള്ളിൽ കാറ്റും വെളിച്ചവും കയറാൻ അനുവദിക്കുകയും ജനലുകൾ, കൊതുക് വലകൾ സ്ഥാപിക്കുകയും ചെയ്യുക. ഈ വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി നമ്മുടെ ദൈനംദിന ശീലങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ മാരകമായ ഈ പകർച്ചവ്യാധികളിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും സംരക്ഷണം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയൊരു വിപത്തിലേക്ക് വഴിമാറാം. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കാൻ പങ്കാളികളാവുക.